ലമാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു. ഖാല അല്ലാഹു ലി ജിബ്രീൽ, ജിബ്രീലിനോട് പറഞ്ഞു, റബ്ബ് പറഞ്ഞു, ഇദ്ഹബ് ഫൻളുർ ഇലൈഹ, നീ ആ സ്വർഗ്ഗത്തിലേക്കൊന്ന് പോയി നോക്കി വാ. ജിബ്രീൽ സ്വർഗ്ഗം കണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബി വഇസ്സതി ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ, ഇതിന്റെ സൗരഭ്യങ്ങളെ കുറിച്ച് ഇതിന്റെ സൗന്ദര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളും റബ്ബെ ഇതിൽ പ്രവേശിക്കാതിരിക്കൂല. പിന്നെ സുമ്മ ഖഫ്ഫഹാ ബിൽ മകാരിഹ്, പിന്നീട് അല്ലാഹു സ്വർഗ്ഗത്തെ പ്രയാസങ്ങൾ കൊണ്ട് നിറച്ചു. എല്ലാവിധ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും സ്വർഗ്ഗത്തെ അല്ലാഹു വലയം ചെയ്തു. എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കടന്നുപോയതിനെ മാത്രം ലഭിക്കുന്ന ഒന്നാക്കി സ്വർഗ്ഗത്തെ തീരുമാനിച്ചു. അല്ലാഹു വീണ്ടും പറഞ്ഞു, ജിബ്രീൽ നീ ഒന്നുകൂടെ പോയി കണ്ടുവാ. എന്നിട്ട് ഒന്ന് പറയുന്ന വാചകം, ലഖദ് ഖശൈതു അല്ലാ യദ്ഖുലഹാ അഹദുൻ, പടച്ചോനെ ഇതിലൊരാളും പ്രവേശിക്കില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു, ഇതിലാരും കടന്നു വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നീട് അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നീ ഒന്ന് നരകത്തെ കണ്ടുവാ. എന്നിട്ട് പറഞ്ഞ വാചകം, അല്ലാഹുവേ ഈ നരകത്തെ കണ്ടാൽ ഒരാളും ഇതിലേക്ക് പ്രവേശിക്കില്ല, അവരൊക്കെയും പേടിച്ചോടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫഖഫഹാ ബിശ്ശഹവാത്ത്, എന്നിട്ട് അള്ളാഹു പിന്നീട് ആ നരകത്തെ എളുപ്പം കൊണ്ടും ആസക്തികൾ കൊണ്ടും നിറച്ചു. എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള പാതകളൊക്കെയും ദേഹേച്ഛകളുടെ പാതകളാണ്. ആസക്തികളുടെ പിറകെ പോയാൽ, തോന്നിവാസങ്ങളുടെ പിറകെ പോയാൽ എല്ലാവരും നരകത്തിലാണ് ചെന്ന് പതിയുക. വീണ്ടും ജിബ്രീലിനെ പറഞ്ഞയച്ചു റബ്ബ്. എന്നിട്ട് വീണ്ടും മടങ്ങി വന്ന് പറഞ്ഞു, ലഖദ് ഖശൈതു അല്ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ദഖലഹാ, പടച്ചോനെ ഇതിൽ പ്രവേശിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു, എല്ലാവരും പ്രവേശിക്കുമെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് അല്ലാഹു സ്വർഗ്ഗത്തോട് പറയും, ഖുൽ, നീ സംസാരിക്ക് സ്വർഗ്ഗമേ, സ്വർഗ്ഗമേ നീ സംസാരിക്ക്. സ്വർഗ്ഗത്തിന്റെ വാക്കെന്താ അറിയോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് അവരെ ഗുണങ്ങൾ ഇങ്ങനെ പറയാ. സൂറത്തുൽ മുഅ്മിനൂൻ എടുത്ത് മറിച്ചു നോക്കിയാൽ 23-ാം അധ്യായം എടുത്ത് മറിച്ചാൽ സ്വർഗ്ഗവാസികളുടെ നാളെ പരലോകത്ത് വിജയിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാ. ആദ്യം എണ്ണി, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. പിന്നെ അങ്ങനെ വരി വരിയായി എണ്ണുന്ന കാണാം. അവരങ്ങനെ ആ ക്വാളിറ്റി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ലമാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു. ഖാല അല്ലാഹു ലി ജിബ്രീൽ, ജിബ്രീലിനോട് പറഞ്ഞു, റബ്ബ് പറഞ്ഞു, ഇദ്ഹബ് ഫൻളുർ ഇലൈഹ, നീ ആ സ്വർഗ്ഗത്തിലേക്കൊന്ന് പോയി നോക്കി വാ. ജിബ്രീൽ സ്വർഗ്ഗം കണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബി വഇസ്സതി ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ, ഇതിന്റെ സൗരഭ്യങ്ങളെ കുറിച്ച് ഇതിന്റെ സൗന്ദര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളും റബ്ബെ ഇതിൽ പ്രവേശിക്കാതിരിക്കൂല. പിന്നെ സുമ്മ ഖഫ്ഫഹാ ബിൽ മകാരിഹ്, പിന്നീട് അല്ലാഹു സ്വർഗ്ഗത്തെ പ്രയാസങ്ങൾ കൊണ്ട് നിറച്ചു. എല്ലാവിധ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും സ്വർഗ്ഗത്തെ അല്ലാഹു